ഹായ്, ഐ ആം സി എ റോബിൻ സജു. ട്രിവാൻഡ്രം ടു കണ്ണൂർ വരാൻ മെയിൻ കാരണം ഇതേപോലെ എൻ്റെ ഒരു ഫ്രണ്ട് അറിഞ്ഞിട്ടാണ് ഞാൻ മെയിൻലി വന്നത്. പിന്നെ രണ്ടാമത്തെ കാരണം കുറച്ചും കൂടെ സ്റ്റഡി ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ എങ്ങനെയായാലും എടുത്ത ഡിസിഷൻ അത് എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാൻ ബാക്കി ആൾക്കാരും ഇതേപോലെ എന്തുമാത്രം പഠിക്കുന്നു എന്നുള്ളതെന്നൊക്കെ മനസ്സിലാകുന്നത്. അപ്പം ആൻഡ് ഓൾസോ നമ്മളെന്തുമാത്രം പ്രിപ്പയർ ചെയ്തിരുന്നുള്ളൂ എന്നുള്ളതിൻ്റെയൊക്കെ ഒരു റിയലൈസേഷൻ വരുന്ന അപ്പോഴാണ്. ഞാൻ +2 ബയോമാത്സ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് CA വരാനുള്ള എടുത്ത തീരുമാനമായിരുന്നു. അത് ആക്ച്വലി ഒരു ലൈഫ് ചേഞ്ചിങ് ഒരു ഡിസിഷൻ തന്നെയായിരുന്നു. അപ്പം CA പറ്റി ഒരു ധാരണയില്ലാണ്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് സത്യം പറഞ്ഞാൽ വന്നത്. അപ്പം അതിൻ്റേതായ ഒരു ഭയത്തോടെ തന്നെയാണ് തുടക്കത്തിൽ ഞാൻ അപ്രോച്ച് ചെയ്തിരുന്നത്. പിന്നെ ഇതേപോലെ ഫൗണ്ടേഷൻ, അപ്പം ഞാൻ ട്രിവാൻഡ്രത്ത് അവിടെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പോയിരുന്നത്. അവിടെ ഫൗണ്ടേഷനും ഇൻ്റർമീഡിയറ്റും അവിടെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആർട്ടിക്കിൾഷിപ്പ് ഞാൻ എറണാകുളത്ത് 3 years വന്ന് ചെയ്യുമായിരുന്നു. പിന്നെ ഇതേപോലെ ഫൈനലിന് വേണ്ടി പ്രിപ്പറേഷനിലേക്ക് വന്നു. ഫൈനൽ ആദ്യം ഇങ്ങനെ ട്രൈ ചെയ്തപ്പോൾ കിട്ടിയില്ലായിരുന്നു. പിന്നെ ഞാൻ IIM വന്നു. എൻ്റെ ഫ്രണ്ട് പറഞ്ഞറിഞ്ഞാണ് ഞാൻ IIM വന്നത്. IIM വന്നപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും ഒരു ഡിഫറൻസ് മനസ്സിലായത്, ഞാൻ പണ്ട് വീട്ടിൽ നിന്ന് പഠിച്ചിരുന്നപ്പം ഉണ്ടായിരുന്ന അവേഴ്സും ഞാൻ IIM വന്ന് പഠിച്ചപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ അതിലേക്ക് ഇടുന്ന ഒരു എഫേർട്ടും ആ ടൈമും കണ്ടപ്പോഴത്തേക്കുമാണ് നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലായത്. അപ്പം അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു എഫേർട്ട് അത്രയും ഒരു ലെവലിലേക്ക് കൂടി വന്നത്. മെയിൻലി ഇതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഇതേപോലെ അടുത്തെങ്കിലും പോയി ചോദിക്കാനോ അങ്ങനെയെല്ലാം ആൾക്കാരുണ്ടായി. അപ്പോൾ നമുക്ക് അപ്പോഴപ്പോഴായിട്ട് തന്നെ ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് പോകാൻ പറ്റി. ഇതേപോലെ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ഹരി വന്ന് സംസാരിക്കുമ്പോഴത്തേക്കും നല്ല മോട്ടിവേറ്റിംഗ് ആയിരുന്നു. ഭയങ്കര നെഗറ്റീവായിട്ടിരിക്കുമ്പോഴത്തേക്കും ഇതേപോലെ ഹരീൻ്റെ ഒരു സംസാരം വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ടും പിന്നെ പെട്ടെന്ന് മോട്ടിവേറ്റിംഗ് ആവുമായിരുന്നു. നമുക്ക് കുറേ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനും ഇതേപോലെ ഡൗട്ട്സ് ഒക്കെ വരുന്നത് ഇൻസ്റ്റൻ്റായിട്ട് അപ്പം തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതും ഇതേപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു കൈൻഡ് ഓഫ് പ്ലാറ്റ്ഫോം IIM ഉണ്ടാക്കി തന്നത് അത് വലിയൊരു ഹെൽപ്പ് തന്നെയായിരുന്നു.